അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷയുടെ താരീഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചോദ്യം 1, യോജിപ്പിക്കാം. ബ്രാക്കറ്റിലെ ഹബിഷ, ഹിറാ ഗുഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, മാരിയത്തുൽ ഖിബ്തിയ്യ, വാഖഅത്ത് ബിൻ നൗഫൽ എന്നൊക്കെ തന്നിട്ടുണ്ട്. ചോദ്യം 1, ഇബ്രാഹിമിന്റെ മാതാവ്. ഉത്തരം മാരിയത്തുൽ ഖിബ്തിയ്യ. ചോദ്യം 2, കാസിമിന്റെ മാതാവ്. ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ചോദ്യം 3, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ്. ഉത്തരം ഹബിഷ. ചോദ്യം 4, പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ. ഉത്തരം വറഖത്ത് ബിൻ നൗഫൽ. ചോദ്യം 5, ജബൽ നൂർ. ഉത്തരം ഹിറാ ഗുഹ. ചോദ്യം 2 പൂർത്തിയാക്കാം. ചോദ്യം 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബീവി വഫാത്തായത്. ചോദ്യം 2, ശാം യാത്ര കഴിഞ്ഞു 2 മാസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. ചോദ്യം 3, 42 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു. ചോദ്യം 4, കൊച്ചുകുട്ടിയായപ്പോൾ തന്നെ നീതി പാലിക്കാൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. ചോദ്യം 5, ഇസ്മായിൽ അലൈഹിസ്സലാമും മാതാവ് ഹാജറ ബീവിയുമായിരുന്നു മക്കയിലെ ആദ്യ താമസക്കാർ. ചോദ്യം 3, 2 എണ്ണം വീതം എഴുതാം. ചോദ്യം 3, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുണങ്ങൾ. ഉത്തരം കാര്യസ്ഥത, ബുദ്ധികൂർമ്മത. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ സൂചനകളായി അനുഭവപ്പെട്ട ലക്ഷണങ്ങൾ. ഉത്തരം ചില അക്ഷരീതികൾ കേൾക്കുക, ശക്തിയായ പ്രകാശം കാണുക. ചോദ്യം 3, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. ഉത്തരം തങ്ങൾ വിഷമിക്കേണ്ടതില്ല, അല്ലാഹു ഒരിക്കലും താങ്കളേക്കായി വെടിയുകയില്ല. ചോദ്യം 4, ശരിയായതിന് ശരി അടയാളപ്പെടുത്താം. ചോദ്യം 1, ഹബശയിലേക്ക് ആദ്യം ഹിജറ പോയത് നുബുവത്തിന്റെ 5ാം വർഷം. ചോദ്യം 2, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് നുബുവത്തിന്റെ 2ാം വർഷം. ചോദ്യം 3, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് നുബുവത്തിന്റെ 6ാം വർഷം. ചോദ്യം 4, ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച കാലം 25. ചോദ്യം 5, ഉത്തരം എഴുതാം. ഹബശയിലേക്ക് 2ാം യാത്രയിൽ ഉണ്ടായിരുന്ന പുരുഷനും സ്ത്രീകളും എത്ര? പുരുഷൻ 82, സ്ത്രീ 18. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പം മുതൽക്കേ തന്നെ വിട്ടുനിന്നു എന്തിൽ നിന്നെല്ലാം? ഉത്തരം അക്രമം, അനീതി, ബിംബാരാധന തുടങ്ങിയവയിൽ നിന്നെല്ലാം ചെറുപ്പം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുനിന്നിരുന്നു. ചോദ്യം 3, ഇഖ്റ എന്ന ആജ്ഞയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു? ഉത്തരം മാ അന ബിഖാരി. ചോദ്യം 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ അബ്ദുള്ള എന്നവരുടെ ഉപനാമങ്ങൾ എന്തെല്ലാം? ഉത്തരം തയ്യിബ്, ത്വാഹിർ. ചോദ്യം 5, ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു, കാരണം എന്ത്? ഉത്തരം മക്കയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം കാരണം കഅബ ഷരീഫിന് കേടുപാടുകൾ സംഭവിച്ചു.
അത് കാരണം ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ചോദ്യം 6 പൂരിപ്പിക്കാം. ചോദ്യം 1. മക്കയിലെ ധനികയും കുലീനയുമായ ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ പ്രമുഖ സ്ഥാനം വഹിച്ചത് അബൂ ത്വാലിബ് ആയിരുന്നു.